യേശുവേ സ്തോത്രം 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 ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു കർത്താവേ, നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായി സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹമെന്നത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. എണ്ണിയാലൊടുങ്ങാത്ത നന്മകൾ തന്ന് ഹല്ലേലൂയ. 2026 ആരംഭത്തിലും ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട്, വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സകലതിനും മതിയായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മെ ശക്തനാക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാം തളർന്നു പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട, അധീര്യപ്പെട്ടു പോകേണ്ട, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നമ്മെ കരം പിടിച്ചിരിക്കുന്നത് സ്തോത്രം. നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന സർവശക്തനായ ദൈവമത്രേ. ആ കർത്താവിന്റെ കരത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. അതേ സ്തോത്രം. ഈ പകൽക്കാലം ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകളെ കണ്ട് മനസ്സലിയുന്ന കർത്താവ് നഷ്ടപ്പെട്ടതിനെ മടക്കി തരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. സ്തോത്രം. നമ്മെ കണ്ട് മനസ്സലിയുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. സ്തോത്രം. പലരുടെയും സാഹചര്യങ്ങൾ കണ്ട് പലരും അയ്യോപ്പാവം പറയുമ്പോൾ, വേദന അനുഭവിക്കുമ്പോഴും നമ്മുടെ അവസ്ഥ കണ്ട് യഥാർത്ഥമായി മനസ്സലിയുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ മനസ്സലിയുന്ന അപ്പൻ വെറുതെ പോകുകയല്ല, സ്തോത്രം, നഷ്ടപ്പെട്ടതിനെ മടക്കി തരും. അങ്ങനെയൊക്കെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ അവസ്ഥകൾ കണ്ട് മനസ്സലിയുന്ന യേശു കർത്താവ് നഷ്ടപ്പെട്ടതിനെ മടക്കി തരും. സ്തോത്രം. ഹല്ലേലൂയ. അതേ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ അവസ്ഥകളെ കണ്ട് മനസ്സിലാവുന്ന യേശു കർത്താവിനെ പറ്റി അനേക ഇടങ്ങളിൽ പലരുടെ അവസ്ഥകളെ കണ്ട് യേശു കർത്താവ് മനസ്സലിഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് മനസ്സലിഞ്ഞ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വിടുതലുണ്ട്. ആ വിഷയത്തെ കർത്താവ് കൈകാര്യം ചെയ്യും. ആ വിഷയത്തെ കർത്താവ് തൊടും. ആ വിഷയത്തിനകത്ത് അവസ്ഥകൾക്ക് ഒരു അവസ്ഥ കണ്ടിട്ടാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയോട് നമുക്കൊരു മനസ്സിൽ തോന്നണമെങ്കിൽ ആ വ്യക്തിയുടെ സാഹചര്യം അല്ലെങ്കിൽ ആ വ്യക്തി കടന്നു പോകുന്ന ദയനീയമായ അവസ്ഥ കണ്ടിട്ടാണല്ലോ നമുക്കൊരു മനസ്സിലും ഒരു അനുകമ്പയും ഒരു ദയൊക്കെ തോന്നുവാനായിട്ട് ഇടയെത്തുന്നത്. എന്നാൽ മനുഷ്യർ അവരെ കണ്ടിട്ട് അയ്യോ പാവം പറഞ്ഞു, പാവം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ യേശു കർത്താവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, യേശു കർത്താവ് ഒരു വ്യക്തിയെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഒരു തൊടും. ആ മനസ്സലിവിലേക്ക് എത്തിച്ച വിഷയം എന്താണ്, മനസ്സലിവിലേക്ക് എത്തിച്ച അവസ്ഥ എന്താണ്, അതിനെ കർത്താവ് തൊടാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവൻ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ കുഷ്ഠരോഗിയുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഒരിക്കലും ഒരു കുഷ്ഠരോഗിയെ തൊടുവാനായിട്ട് യാതൊരു നിയമവും അനുവദിക്കാതിരിക്കുമ്പോൾ എൻ്റെ യേശു കർത്താവിന്റെ മനസ്സലിവ് എന്ത് ചെയ്യുന്നു, ആ വ്യക്തിയെ തൊടുന്നതിന് കാരണമായി തീർന്നു. ആ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. യേശു മനസ്സലിഞ്ഞോ അവരുടെ കണ്ണുകളെ തൊട്ടു എന്ന് വചനത്തിൽ കാണുന്നു. കുരുടരായിരുന്ന സ്തോത്രം 2 പേരെ യേശു കർത്താവ് തൊട്ട് അവർക്ക് കാഴ്ച കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിൽ ഉടനീളം യേശു കർത്താവ് എവിടെ ആരെല്ലാം അവസ്ഥകൾ കണ്ടു മനസ്സലിഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ കർത്താവിന്റെ വിടുതലും സൗഖ്യവും അത്ഭുതങ്ങളും നടക്കാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിന്റെ അവസ്ഥ കണ്ട് ആരും മനസ്സലിയാതിരിക്കുമ്പോ, മനസ്സലിഞ്ഞിട്ടും അവർക്ക് നിന്നെ വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മനസ്സലിവുള്ള കർത്താവ്, നിന്നോട് മനസ്സലിയുന്ന കർത്താവ് നിന്നെ കർത്താവ് തൊടുവാനായിട്ട് ഇടയായി തീരും.
നിന്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തുവാനായിട്ട് ഇടയത്തീരുക. നിന്റെ ജീവിതത്തിൽ മനസ്സിലേക്ക് എത്തിച്ച ഏത് വിഷയമാണ് ആ വിഷയത്തെ എന്റെ കർത്താവ് പരിഹരിക്കുവാനായിട്ട് ഇടയത്തീരും. നഷ്ടപ്പെട്ടതിനെ കർത്താവ് മടക്കി തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 7-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. 12 മുതലുള്ള വാക്യത്തെ നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, വിധവയുടെ മകനെ യേശു കർത്താവ് ഉയർപ്പിക്കുന്ന ഒരു ഭാഗത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 13-ാം വാക്യത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നു മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ആമേ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. സ്തോത്രം. അതേ സ്തോത്രം. ഒരു വിധവയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വിധവയുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്ന ഏക മകനാണ്. ആ മകനും നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിലായിരിക്കുമ്പോ ആ സ്ത്രീയുടെ ദയനീയമായിരിക്കുന്ന അവസ്ഥ, അവരനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം, അവർ കടന്നു പോകുന്ന സാഹചര്യത്തെ നന്നായിട്ട് കണ്ടിട്ട് യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നിന്റെ സാഹചര്യത്തെ കണ്ട് മനസ്സലിയുന്ന ഒരു യേശു അപ്പൻ നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. അതിന്റെ തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ കാണുന്നു, അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുക്കുമ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ വലിയ പുരുഷരും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവള് വിധവയാണ്, തനിക്കുണ്ടായിരുന്ന ഏക മകനാണ്. തന്നോടൊപ്പം ഒത്തിരി പുരുഷാരമുണ്ട്. ആ മകൻ മരിച്ചു പോയ അനുഭവം. ഈ ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്ന സ്ത്രീയോട് യേശു കർത്താവ് എന്ത് ചെയ്തു? അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. നിന്റെ കൂടെ ഒത്തിരി പേർ കാണുമായിരിക്കാം. എല്ലാവരോടും കർത്താവിന് മനസ്സലിവ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ ആവശ്യഭാരത്തോടെ ഇരിക്കുന്നവരെ കണ്ട് മനസ്സലിയുന്ന യേശു കർത്താവ്. സ്തോത്ര. ഹല്ലേലൂയ. അവിടെ സാഹചര്യത്തെ മാറ്റുവാൻ കഴിയുന്ന യേശു കർത്താവ്. യേശു കണ്ടിട്ട് കർത്താവ്, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ അവസ്ഥകളെ കണ്ട് മാറ്റം തരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. നീ ഇനി കരയണ്ട. നീ ഇനി ആ വിഷയത്തെ ഓർത്ത് ആകുലപ്പെടണ്ട. നീ ഇനി ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടണ്ട. ആ വിഷയത്തിനകത്ത് എന്റെ സ്വർഗത്തിലെ കർത്താവിന്റെ കരം വെളിപ്പെടും. ഹല്ലേലൂയ. അതെവിടെ കാണുവാൻ സാധിക്കുന്നത്? യേശു അവളെ കണ്ട് മനസ്സിലിഞ്ഞിട്ട് പറഞ്ഞു, സ്ത്രീയെ കരയണ്ട. ഹല്ലേലൂയ. അവളോട് പറഞ്ഞു കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നു മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. അപ്പൊ അവളെ കരയിപ്പിച്ച വിഷയത്തെ ചുമന്നു കൊണ്ട് പോകുന്നവരെ കർത്താവ് തൊട്ടു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. നിന്നെ കരയിപ്പിച്ച വിഷയത്തെ ചുമക്കുന്ന ഒരു കൂട്ടം പേരെ പരിശുദ്ധാത്മാവിന്റെ കരം ഇന്ന് തൊട്ടും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഒരു ആവർത്തനം തന്റെ ജീവിതത്തിൽ കടന്നു വരിക. തന്റെ ഭർത്താവ് മരിച്ചുപോയി, താൻ വിധവയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന സ്തോത്രം. തന്റെ മകനും മരിച്ചു പോയപ്പോ അവനും ചുമക്കുന്നവരും ഉണ്ട്. തന്റെ ഭർത്താവിനെ ചുമന്ന് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി കളഞ്ഞ അതേ ജനം തന്നെ, പുരുഷാരം തന്നെ എന്ത് ചെയ്യുന്നു? ഈ കൂട്ടത്തിലും ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. പലതും പറയും പോലും. സ്തോത്രം. ആർക്കും അവരെ വിടുവിക്കാൻ കഴിയാതെ ഇരിക്കും പോലും. പ്രിയ ദൈവമക്കളെ, നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അധികാരമുള്ളവൻ, ജീവൻ കൊടുപ്പാൻ അധികാരമുള്ളവൻ, ചുമന്നു കൊണ്ട് പോകുന്നവരെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന സ്വർഗത്തിലെ കർത്താവ് ആ മഞ്ചത്തെ തൊട്ടു. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വിഷയത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ചിലതിനെ കർത്താവ് തൊടും. അതിന്റെ അധികാരം, അവർ ചുമന്നുകൊണ്ട് നടക്കുന്നവരുടെ അധികാരത്തെ മാറ്റിയിട്ട് അതിനകത്ത് ജീവൻ കൊടുക്കുവാൻ കഴിയുന്ന, അതിനെ നിനക്ക് മടക്കി തരുവാൻ കഴിയുന്നവന്റെ അധികാരത്തിലേക്ക് ഈ പകൽക്കാലം ദൈവം തമ്പുരാൻ മാറ്റുകയാ. സ്തോത്ര. ഹല്ലേലൂയ. ഒരു അധികാര കൈമാറ്റം. സ്തോത്ര. അവർക്ക് ചുമന്നു
കൊണ്ട് നടന്നു. പക്ഷെ അവർക്ക് ഒരു കാല് മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്തവണ എന്റെ കർത്താവ് മഞ്ചത്തെ തൊട്ടപ്പോ അവർ അവിടെ നിന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അടുത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അധികാരമുള്ളവന്റെ വാക്ക് അവിടെ ആ സ്പോട്ടിൽ തന്നെ പുറപ്പെടുകയാണ്. എന്താ പറഞ്ഞത്? ബാല്യക്കാരെ എഴുന്നേൽക്ക. അതേ, മരിച്ചതിനെ പുറത്തു കൊണ്ട് കളയാൻ പോയി, പക്ഷേ അതിലേക്ക് ജീവൻ കൊടുപ്പാൻ കഴിയുന്ന, അതിലേക്ക് ജീവൻ വ്യാപരിപ്പിക്കുവാൻ കഴിയുന്ന, ആ മാതാവിന്റെ കരത്തിലേക്ക് മടക്കി കൊടുക്കുവാൻ കഴിയുന്നവന്റെ അധികാരത്തെ അവിടെ വെളിപ്പെടുത്തുകയാ. സ്തോത്രം, ഹല്ലേലൂയ. ജീവനും ഹല്ലേലൂയ കൊടുക്കുവാൻ അധികാരമുള്ള, അതേ സ്തോത്രം, സർവശക്തനായ കർത്താവിന്റെ കരം അവിടെ വെളിപ്പെടുക, അവിടെ വാക്ക് ചലിക്കുക. ബാല്യക്കാര എഴുന്നേൽക്ക, ഞാൻ നിന്നോട് എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു എന്ന് അവിടെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ചില വിഷയം ഹല്ലേലൂയ നിവേദനപ്പെട്ടിരിക്കുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആ വിഷയത്തെ തൊടുന്നവൻ നിന്റെ അടുക്കൽ വരാൻ പോകുക. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ വിഷയത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നവന്റെ കാലുകളെ അവിടെ നിർത്തത്തക്ക രീതിയിൽ അവരെ സ്തോത്രം മുന്നോട്ട് പോകാൻ ഇടയാകാത്തവണ മറ്റൊരുത്തവന്റെ അധികാരത്തിലേക്ക് കയറ്റേണ്ടതിനായിട്ട് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ അധികാരമുള്ളവന്റെ നിയന്ത്രണത്തിൽ പരിശുദ്ധാത്മാവിന്ന് ഡൈവേർട്ട് ചെയ്യുക. സർവശക്തനായ ദൈവത്തിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ. കർത്താവ് ഒരു വിഷയത്തെ തൊട്ട ആ വിഷയം മറ്റാർക്കും ചുമക്കാൻ കഴിയില്ല. ചുമക്കുവാൻ അധികാരമുള്ളവൻ നമ്മുടെ രോഗത്തെ, നമ്മുടെ പാപത്തെ, നമ്മുടെ ശാപത്തെ കാൽവരി ക്രൂശിൽ ചുമന്നതായ കർത്താവ്, അതേ നമ്മുടെ വിഷയത്തെ തൊട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ആർക്കും തന്നെ നമ്മുടെ വിഷയത്തെ ചുമക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം ഈ പകൽക്കാലം ചിലരുടെ വിഷയങ്ങളെ കർത്താവ് ഏറ്റെടുക്കുക. അവിടെ കാണുന്നു, മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് ഇനി ഒരിക്കലും സംസാരിക്കുവാൻ കഴിയത്തില്ല. അവന്റെ ശബ്ദം ഒരിക്കലും കേൾക്കാൻ കഴിയത്തില്ല. അവന്റെ സാമീപ്യം ഒരിക്കലും അനുഭവിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മനസ്സു നൊന്തിരുന്ന സ്ത്രീയെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ്, അതേ സ്തോത്രം, ബാല്യക്കാരൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കുവാൻ തുടങ്ങി എന്ന് തിരുവചനത്തിൽ കാണുന്നു. അതുമാത്രമല്ല, അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നഷ്ടപ്പെട്ടതിനെ കർത്താവ് കണ്ട് മനസ്സറിഞ്ഞ് നിന്റെ കരത്തിൽ തരും. ഹല്ലേലൂയ. സ്തോത്രം. ആ അമ്മയെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവിടെ കയ്യിൽ തന്നെ നഷ്ടപ്പെട്ടതിനെ, അതായത് അവളെ കണ്ട് മനസ്സലിയുവാൻ ഇടയായ വിഷയം എന്താണ്, അതിനെ എന്റെ കർത്താവ് അവിടെ കരത്തിൽ കൊടുക്കുക. നിന്റെ ചില വിഷയങ്ങൾ കണ്ട് കർത്താവ് ഇന്ന് മനസ്സലിയ. ആ മനസ്സലിയുന്ന കർത്താവ് വെറുതെ ഇരിക്കില്ല, നിന്റെ കരത്തിൽ ചിലത് മടക്കി തരും. ഹല്ലേലൂയ. ചിലത് മടക്കി തരാനായിട്ട് ഇടയായി തരുമ്പോ എന്ത് ചെയ്യുന്നു? അവിടെ കാണുന്നു, എല്ലാവരും ഭയപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം കാണുവാൻ സാധിക്കുന്നു, ദൈവത്തെ മഹത്വീകരിച്ചു. അവനെ കുറിച്ചുള്ള ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെന്ന് പരന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിന്നോട് കർത്താവ് മനസ്സലിഞ്ഞ ഇതാ. ഹല്ലേലൂയ. നിന്റെ മേൽ ഒരു വിടുതൽ നടക്കും. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് നിന്റെ ജീവിതത്തിൽ ലഭിക്കും. അങ്ങനെ വരുമ്പോൾ നിന്നിൽ കൂടി ദൈവത്തിന്റെ നാമം മഹത്വമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിന്റെ ശ്രുതി പരക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്, നിന്റെ അവസ്ഥയെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്, നിന്റെ നഷ്ടപ്പെട്ട സാഹചര്യത്തെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്, മനസ്സലിഞ്ഞിട്ട് മൗനമായിട്ട് പോകുകയല്ല, കർത്താവ് അതിനെ തൊടും. ആ വിഷയത്തെ കർത്താവ് തൊടുവാനായിട്ട് ഇടയായി തീരുമെന്ന് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു ഭാഗം കൂടെ വേഗത്തിൽ പറയട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ തന്നെ കടന്നു വരുമ്പോ 15-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോ അതിന്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഭാഗം നമുക്ക് ഒത്തിരി അറിയാന്നുള്ളതാണ്. സ്തോത്രം. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിലെ ഇളയവൻ തനിക്ക് ലഭിക്കേണ്ടതൊക്കെ വാങ്ങിയിട്ട് ദൂരദേശത്തേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. അവരെ കൂട്ടുകാരുമായി ജീവിതം സ്തോത്രം കഴിക്കുവാനായിട്ട് ഇടയെ തീർന്നു.
ഒടുവിൽ അവന് ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ വണ്ണം അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുന്നപ്പോ തന്റെ അപ്പന്റെ ഭവനത്തെ പറ്റി ഓർക്കുകയും സുബോധം തന്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. കടന്നു വന്നപ്പോ താൻ ചെയ്ത ഒരു കാര്യമുണ്ട്. താൻ മടങ്ങി വരുവാൻ തീരുമാനിച്ചു. ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തേക്ക് മടങ്ങിപ്പോകും. അവിടെ ചെന്നിട്ട് ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പനോട്, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു? അപ്പന്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നു, ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, പോയെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞ് കളയുന്ന ഒരു കർത്താവല്ല, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ കടന്നു വന്ന ഒരു മനുഷ്യപുത്രൻ. ഹല്ലേലൂയ. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോ സ്വർഗം സന്തോഷിക്കും. ഹല്ലേലൂയ. അതേ, ചെയ്ത തെറ്റുകൾ വന്ന വീഴ്ചകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരുവാൻ തയ്യാറാകുമ്പോ അവനെ ചേർത്ത് പിടിച്ച് സ്വന്തം മകനായി സ്വന്തം മകളായി ചേർത്ത് പിടിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു നല്ല അപ്പനുണ്ട്. ഈ അപ്പന് തുല്യമായി മറ്റാരുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം എത്രയൊക്കെ നാം ആയിരുന്ന ആ സിറ്റുവേഷനത്തിൽ നിന്ന് മടങ്ങി വന്നെന്ന് പറഞ്ഞാലും ലോകം നമ്മെ കാണുന്ന ഒരു കണ്ണുണ്ട്. ലോകം നമ്മോട് സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പ്രിയ ദൈവമക്കളെ, നീ ചെയ്ത തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു മടങ്ങി വന്നു കഴിഞ്ഞാ ആ ഒരു പഴയ കാലത്തെ ഓർക്കാതെ വേണം നിന്നെ ചേർത്തണച്ച് സ്വന്തം മക്കളായി സ്വീകരിക്കുന്ന ഒരു നല്ലൊരു അപ്പനുണ്ട്. ഹല്ലേലൂയ. നിന്റെ അവസ്ഥകളെ കണ്ടു മനസ്സലിയുന്ന ഒരു അപ്പൻ. ഹല്ലേലൂയ. അപ്പന്റെ ഭവനത്തിലായിരുന്നപ്പോ ആ മകന് എല്ലാ സംരക്ഷണമുണ്ട്, എല്ലാ സുഖഭാഗ്യങ്ങളുമുണ്ട്. പക്ഷേ അപ്പന്റെ വീട് വിട്ടു പോയപ്പോ തനിക്ക് ഓരോന്നായി നഷ്ടപ്പെട്ടു. ആ മടങ്ങി വരുന്ന അനുഭവം കണ്ട് മനസ്സലിഞ്ഞൊരു കർത്താവ് യേശു അവനെ കണ്ട് മനസ്സലിഞ്ഞു. അവന്റെ സാഹചര്യത്തെ കണ്ട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ കർത്താവിനോടൊപ്പം നിന്ന വ്യക്തിയായിരിക്കാം. ഏതെങ്കിലും കാര്യത്താൽ ഏതെങ്കിലും സാഹചര്യത്താ കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതൽ, നീ വീണ്ടും വീണ്ടും അകന്നു പോകയല്ല, നീ കർത്താവിലേക്ക് ഒന്ന് മടങ്ങി വരാൻ തയ്യാറായ നിന്നോട് മനസ്സലിവ് കാണിച്ച് നഷ്ടപ്പെട്ടതിനെ നിനക്ക് മടക്കി തന്ന് സ്വന്തം മകനായി സ്വന്തം മകളായി സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന നല്ലൊരു അപ്പനുണ്ട്. സ്തോത്ര. സ്നേഹനിധിയായിരിക്കുന്ന ഒരു അപ്പനുണ്ട്. സ്നേഹത്തിന്റെ ഉറവിടമായിരിക്കുന്ന യേശു അപ്പനുണ്ട്. നിന്നെ മാറോട് ചേർത്തണിച്ച് അവിടെ കാണുവാൻ സാധിക്കുന്നു. മനസ്സലിഞ്ഞു ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അവന്റെ സാഹചര്യത്തെ മറന്ന് എന്നെ വിട്ട് മാറിപ്പോയവനല്ലോ എന്ന് നോക്കി അകറ്റി നിർത്തിയതായിട്ടല്ല, ഒരു നിമിഷം കൊണ്ട് എല്ലാം മറന്നു കളഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്ന് വചനത്തിൽ കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ചുംബനം കൊടുത്ത് സ്വീകരിക്കുന്ന ഒരപ്പൻ. ഹല്ലേലൂയ. അതെ, ചുംബനം കൊടുത്ത് തന്നോട് ചേർത്ത് തന്റെ മാറിന്റെ ചൂടിനെ അനുഭവിപ്പിക്കുന്ന ഒരു അപ്പനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയതേ മക്കളെ, ഈ അപ്പനെ വിട്ട് ഹല്ലേലൂയ നാം ഒരിടത്തേക്ക് ഓടിപ്പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൻ നമ്മോട് മനസ്സലിവ് കാണിക്കും. ഈ ലോകം നമ്മോട് മനസ്സലിവ് കാണിക്കത്തില്ല, പക്ഷേ നമ്മോട് മനസ്സലിവ് കാണിക്കുന്ന നല്ലൊരു അപ്പൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. അവിടെ കാണുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്ക് ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. ഹല്ലേലൂയ. അപ്പൊ ദൂരത്ത് നിന്ന് തന്നെ കാണണമെങ്കിൽ ആ മകന്റെ മടങ്ങി വരവും കാത്തു നിൽക്കുന്ന ഒരു അപ്പനാ. ഹല്ലേലൂയ. നീ തെറ്റിയകന്നു പോകുമ്പോഴും നിന്റെ മടങ്ങി വരവിനെ കാത്തിരിക്കുന്ന നല്ലൊരു അപ്പനുണ്ട്. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ നമുക്കറിയാം, എന്തെങ്കിലും തലമുറകൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നിന്ന് ലിസ്റ്റുകളെ തന്നെ പേരുകളെ തന്നെ വെട്ടി. അതുകൊണ്ടാ വചനത്തിൽ പറഞ്ഞു, നിന്റെ അപ്പനോ അമ്മയെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ പെട്ടെന്ന് പേരിന്റെ ലിസ്റ്റുകളൊക്കെ വെട്ടിക്കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ ലിസ്റ്റ് വെട്ടിക്കളയല്ല, ചേർത്തണയ്ക്കുന്ന ഒരു അപ്പന്. ചിലതിനെ ഉപേക്ഷിച്ച് വന്നുപോയ കുറവുകളെ ഏറ്റുപറഞ്ഞ് കടന്നുപോയ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് നാം ഉപേക്ഷിച്ച് കടന്നു വരുമ്പോ നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. അവിടെ കാണുന്നു, അവനെ കണ്ട് അവന്റെ അവസ്ഥയെ കണ്ട് മനസ്സലിഞ്ഞ് ഈ പകൽക്കാലം പ്രിയതേ മക്കളെ, നിങ്ങളുടെ അവസ്ഥ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ രോഗത്തെ കണ്ട് മനസ്സലിയുന്ന കർത്താവ്, നിങ്ങളുടെ സാമ്പത്തികമായ തകർച്ചകളെ കണ്ട് മനസ്സലിയുന്ന കർത്താവ്, നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്.
ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ വിഷയത്തെ തൊടും. യേശു കർത്താവ് ചെയ്തൊരു കാര്യമുണ്ട്. മനസ്സിന് ഓടിച്ചെന്ന് അവൻ എൻ്റെ അടുക്കിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ല. യേശു കർത്താവ് ഓടിച്ചെന്ന് ഹല്ലേലൂയ ആ മകനെ അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയതേ മക്കളെ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ് നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരും. അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവന് എന്തൊക്കെ നഷ്ടപ്പെട്ടു അതൊക്കെയും അവന് കൊടുത്ത് ഒരു മകനായി തന്നെ സ്വീകരിക്കുന്ന ഒരു അപ്പൻ. ഹല്ലേലൂയ. ഞാൻ 2 ഭാഗം പറയാനിട്ടിടയെ തീർന്നു. ഒരു അമ്മയ്ക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടു, ആ അമ്മയ്ക്ക് തിരിച്ച മകനെ മടക്കി കൊടുത്തു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പുത്രൻ, ഒരു പിതാവിന് ഒരു മകനെ നഷ്ടപ്പെട്ടു. പക്ഷെ ആ മകനെ സുബോധം വരുത്തി എൻ്റെ കർത്താവിന് മടക്കി കൊടുത്തു. അവനുള്ളതിനൊക്കെയും എന്ത് ചെയ്തു? ആ ഒരു പദവി തന്നെ കർത്താവിന് സ്വീകരിക്കുവാനായിട്ട് ഇടയെ തീർന്നു. നിന്റെ ഏതവസ്ഥയെ കണ്ട് മനസ്സിലേതൊരു കർത്താവ് ഈ പകൽക്കാലം, ഹല്ലേലൂയ, 2025 ചില നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് കാണുമായിരിക്കാം. ചില വേദനകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് കാണാം. ഈ 2026 എത്തിയിരിക്കുമ്പോൾ നിന്റെ അവസ്ഥകളെ കണ്ട് മനസ്സിലെയുന്നൊരു കർത്താവ് നീ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരും. അപ്പന് മകനെന്ന പദവിയിലേക്ക് സ്വീകരിച്ച് ആ മകന് വേണ്ടതൊക്കെ കൊടുത്ത് നഷ്ടപ്പെട്ടതിനെ അംഗീകരിച്ചതായ ഒരു അപ്പൻ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ജീവനില്ലാതെ നഷ്ടപ്പെട്ടു പോയ വിധവയായിരുന്ന, ഏകാകിയിരുന്ന, അനാഥയായിരുന്ന മാതാവിന്റെ കരത്തിലേക്ക് നഷ്ടപ്പെട്ട മകനെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചില നഷ്ടപ്പെട്ടതിനെ കർത്താവ് മടക്കി തരാൻ പോകുക. എൻ്റെ കർത്താവ് മനസ്സിലുള്ള കർത്താവാണ്. കർത്താവിന്റെ അടുക്കിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ കടന്നു വരാമോ? നിന്റെ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ആ സാഹചര്യത്തെ കണ്ട് മനസ്സറിയുന്ന കർത്താവ്, എൻ്റെ കർത്താവ് ആ വിഷയത്തെ കണ്ട് മനസ്സറിഞ്ഞ അതിനകത്ത് തൊടും. അതിനകത്തൊരു വീട്ടുതലുണ്ട്. അതിനകത്ത് നിനക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? നിന്നെ കണ്ട് മനസ്സലിയുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതിനെ കർത്താവ് തൊടും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഒരു സാഹചര്യവുമില്ലാതെ ഒരു മനുഷ്യനെ കണ്ട് ആർക്കും മനസ്സലിവ് തോന്നുകയില്ല. അത്രത്തോളം ദയനീയമായ അവസ്ഥയെ കടന്നു പോകുമ്പോഴാണ് ഒരു മനസ്സലിവിന്റെ അനുഭവം തോന്നുന്നത്. അങ്ങനെയൊക്കെ നിന്നെ ആ ഒരു മനസ്സലിവിലേക്ക് കർത്താവിന്റെ ഉള്ളത്തിലേക്ക് എത്തിച്ച ഏത് വിഷയമാണ്, ആ വിഷയത്തെ എൻ്റെ യേശു കർത്താവ് തൊടും. ആ വിഷയത്തെ എൻ്റെ കർത്താവ് നിന്റെ കരത്തിൽ മടക്കി തരാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ കർത്താവ് കണ്ടുകൊണ്ട്, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ കണ്ടുകൊണ്ട്, നിന്റെ തലമുറകളുടെ ഇന്നത്തെ അവസ്ഥകളെ കണ്ടുകൊണ്ട് എൻ്റെ കർത്താവ് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. യേശു കണ്ടു. ഹല്ലേലൂയ. വിശ്വസിക്കുക. 2026 നിന്റെ സാഹചര്യത്തെ അതേ രീതിയിൽ എൻ്റെ യേശു കർത്താവ് കണ്ട് മനസ്സലിഞ്ഞ് നിനക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക. നഷ്ടപ്പെട്ടതിനെ കർത്താവ് മടക്കിത്തരും. നമ്മെ കണ്ട് മനസ്സലിയുന്ന നല്ലൊരപ്പൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥയെ കണ്ട് മനസ്സലിയുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ട്. സ്തോത്രം. യേശു കർത്താവ് എവിടേക്ക് മനസ്സലിഞ്ഞോ അവരുടെ ജീവിതത്തിൽ വിടുതൽ നടന്നുവെങ്കിൽ ഈ പ്രഭാതത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ, പ്രിയ ദൈവ പൈതലേ, നിന്നെ കണ്ട് മനസ്സലിയുന്ന ഒരു അപ്പനുണ്ട്. നിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരും. നഷ്ടപ്പെട്ടതിനെ നിന്റെ കയ്യിൽ തന്നെ ദൈവം മടക്കി തരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. കർത്താവെ, തന്റെ ജനത്തെ കണ്ട് മനസ്സരിഞ്ഞ കർത്താവ് കുരുടന് കാഴ്ച കൊടുത്ത് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, നയിലെ വിധവയ്ക്ക് തന്റെ മകനെ മടക്കി കൊടുത്തു. നഷ്ടപ്പെട്ടു പോയ മകനെ സ്വന്തം മകനായി സ്വീകരിച്ചുവെങ്കിൽ ഏത് അവസ്ഥ കണ്ട്, ഈ ജനത്തിന്റെ ഏത് അവസ്ഥ കണ്ടാണ് എന്റെ അപ്പൻ മനസ്സലിയുന്നത്? ഈ പകൽക്കാലം അവർ ഏത് അവസ്ഥയിലായിരുന്നാലും എന്റെ അപ്പൻ ഇവരെ കാണണം. എന്റെ അപ്പന്റെ മനസ്സലി ഇവരുടെ മേൽ വെളിപ്പെടണം. ഇവരുടെ രോഗാവസ്ഥകളെ കണ്ട് മനസ്സിലണ, ഇവര് കടന്നു പോകുന്ന പ്രതിസന്ധികളെ കണ്ടു മനസ്സിലാക്കണ, ഇവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളെ കണ്ടു മനസ്സലിഞ്ഞ് ഇവർക്ക് യേശുവിന്റെ നാമത്തിൽ എന്റെ അപ്പൻ അതിനെ മടക്കി കൊടുക്കണമേ. നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുക്കണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനേകം പേർ അങ്ങിൽ വിശ്വസിക്കേണ്ടതിനായിട്ട്, കാണുന്നവർക്ക് ഭയമുണ്ടാകത്തക്ക രീതിയിൽ, അങ്ങയെക്കുറിച്ചുള്ള ശ്രുതി പടരത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടണമേ.
നഷ്ടപ്പെട്ട മകനെ അമ്മയ്ക്ക് തിരിച്ച് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നഷ്ടപ്പെട്ട ചിലതിനെ കർത്താവെ ഈ പ്രഭാതത്തിൽ തന്റെ ജനത്തിലേക്ക് മടക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മകന്റെ പദവിയെ മടക്കി കൊടുത്ത ദൈവം യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം ചില പദവികൾ തന്റെ ജനത്തിന്റെ മേൽ മടങ്ങിയെത്തിട്ട് രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു. അപ്പൊ അറുക്കുവാനും മുടിക്കുവാനും സ്തോത്ര കവർച്ച ചെയ്യുവാൻ കള്ളം വരുമ്പോ സമൃദ്ധിയായ ജീവൻ കൊടുക്കുവാൻ, ജീവനിലേക്ക് കടത്തുവാൻ അധികാരമുള്ളവന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. നഷ്ടപ്പെടുത്തി ശത്രു കളഞ്ഞതിനെ യേശുവിന്റെ നാമത്തിൽ അവരുടെ അവസ്ഥകൾ കണ്ട് കർത്താവേ ഈ പ്രഭാതത്തിൽ അവർക്ക് ജീവിതത്തിൽ മടക്കി കൊടുക്കുന്നതിനായി സ്തോത്ര. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവേ തന്റെ ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര. മാനവും മഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.